നവംബർ 29 ശനിയാഴ്ച ശ്വാസം നിലച്ച 3 ദിവസങ്ങൾക്ക് ശേഷം രാജ്യം ഒരു ദീർഘനിശ്വാസത്തിലേക്ക്. നഷ്ടങ്ങളുടെ വലിയ കണക്കുകൾക്കിടയിലും ആശ്വാസത്തിന്റെ വെളിച്ചം നമ്മൾ കണ്ടു. നിർണായക വിജയത്തിന്റെ മുഹൂർത്തത്തിൽ ഒരു നിമിഷമെങ്കിലും കണ്ണടച്ചു ആരോടൊക്കെയോ നന്ദി പറഞ്ഞു. അറുന്നൂറിലധികം മുറികളുള്ള ടാജിലെ ഏറ്റുമുട്ടൽ വലിയ വെല്ലുവിളി തന്നെയായിരുന്നു NSG കമാൻഡോകൾക്ക്. ഓരോ മുറിയും തുറന്നു പരിശോധിക്കണം, മരണം പതിയിരിക്കുന്ന ഇടനാഴികൾ. എന്നാൽ ഈ വഴിയിലൂടെ വളരെ വിജയകരമായി തന്നെ കമാൻഡോകൾ നടന്നു നീങ്ങി. ഈ ടാജ് ഹോട്ടലിന്റെ ഓരോ മുക്കും മൂലയും സ്വന്തം കൈവെള്ളിലെ രേഖ പോലെ തിരിച്ചറിയാവുന്ന ഇവിടുത്തെ മുൻ ജീവനക്കാരടങ്ങിയ തീവ്രവാദി സംഘത്തെയാണ് കമാൻഡോകൾ നേരിട്ടത്. ഒരു ചുഴലിക്കൊടുങ്കാറ്റ് അതിന്റെ സർവ്വശക്തിയും എടുത്ത് സംഹരിക്കും പോലെ ഓപ്പറേഷൻ സൈക്ലോൺ അതിന്റെ അവസാനത്തോടടുക്കാൻ തുടങ്ങി. ഇന്ത്യയുടെ അഭിമാന സ്തംഭങ്ങളിലൊന്നായ ടാജ് ഹോട്ടലിൽ ഒളിച്ച അവസാന 4 പേർക്കായുള്ള പോരാട്ടം. മലയാളി മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണയും സംഘവും തുടങ്ങിവെച്ച പോരാട്ടം സഹപ്രവർത്തകർ ഏറ്റെടുത്ത് മുന്നേറുന്നു. 53-ാം മണിക്കൂറിൽ താജിന് ചുറ്റും പുകച്ചുരുളുകൾ ഉയരാൻ തുടങ്ങി. എങ്ങും കാതടപ്പിക്കുന്ന വെടിയൊച്ചകൾ. താജ് തകരുമോ എന്നുപോലും ഭയപ്പെട്ട നിമിഷങ്ങൾ. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി താജിന്റെ 3-4 നിലകളിലായിരുന്ന തീവ്രവാദികൾ ശനിയാഴ്ച അവരുടെ ചെറുത്തുനിൽപ്പ് 1-ാം നിലയിലും 2-ാം നിലയിലേക്കുമാക്കി. താജിന്റെ മുക്കും മൂലയും കൃത്യമായി പഠിച്ചവർ ഇരുട്ടിന്റെ മറപറ്റി ബന്ദികളെ മുൻനിർത്തി സൈന്യത്തെ പ്രതിരോധിച്ചപ്പോൾ ആശങ്കകളുടെ നിമിഷങ്ങൾ നീണ്ടുപോയി. 57-ാം മണിക്കൂറിൽ തീവ്രവാദികൾ അവസാന പോരാട്ടത്തിലേക്ക്. 1-ാം നിലയിലെ 3 മുറികളിൽ ഉഗ്ര സ്ഫോടനങ്ങൾ. താജ് കത്താൻ തുടങ്ങി. ആശങ്കയുടെ പുകച്ചുരുളുകൾക്ക് കറുപ്പുനിറം. പാഞ്ഞെത്തിയ ഫയർ എഞ്ചിനുകൾ താജിനെ തണുപ്പിക്കാൻ ആരംഭിച്ചുവെങ്കിലും താജിലെ ചൂട് രാജ്യമെങ്ങും പടർന്നു. ാം മണിക്കൂറിൽ തികച്ചും അപ്രതീക്ഷിതമായ ഒരു ദൃശ്യം. മരിച്ചുവീണ ഒരു തീവ്രവാദിയുടെ ശവശരീരം ജനലിൽ കൂടി പുറത്തേക്ക് തെറിക്കുന്നു. ഏറ്റുമുട്ടലിൽ സൈന്യം അന്തിമ വിജയത്തിലേക്കെന്ന് തോന്നിച്ച നിമിഷങ്ങൾ. 59-ാം മണിക്കൂറിൽ രാജ്യം കാത്തുനിന്ന ആ വാർത്ത മുംബൈ പോലീസിൽ നിന്നും പുറത്തുവന്നു. സൈന്യം തീവ്രവാദികളെ വധിച്ചു. വാർത്ത സ്ഥിരീകരിക്കാനാവാതെ മാധ്യമലോകം കുഴങ്ങി. ഒടുവിൽ NSG മേധാവി നേരിട്ടെത്തി മാധ്യമങ്ങളെ അറിയിച്ചു. തീവ്രവാദികൾ കൊല്ലപ്പെട്ടു. പക്ഷേ ഓപ്പറേഷൻ സൈക്ലോൺ കഴിഞ്ഞിട്ടില്ല. NSGയെ സംബന്ധിച്ച് താജിലെ ഓരോ കോണുകളും ഒഴിപ്പിക്കേണ്ടതുണ്ടായിരുന്നു. അന്തിമ വിജയപ്രഖ്യാപനം അതിനുശേഷം മാത്രം. പിന്നീട് ആ പ്രഖ്യാപനത്തിനായുള്ള കാത്തിരിപ്പായിരുന്നു. 60-ാം മണിക്കൂറിൽ NSG രാജ്യത്തെ അറിയിച്ചു, താജ് ഞങ്ങളുടെ നിയന്ത്രണത്തിൽ. ഈ യുദ്ധം നമ്മൾ ജയിച്ചു. നിരവധി ചോദ്യങ്ങൾ അവശേഷിപ്പിച്ച 60 മണിക്കൂറാണ് കടന്നുപോയിരിക്കുന്നത്. ആരാണ് ഈ തീവ്രവാദികൾ? ഇവർ എവിടെ നിന്ന് വന്നു? ഇവർക്ക് പരിശീലനവും മറ്റു സഹായങ്ങളും ആര് നൽകി? ഇവരുടെ യഥാർത്ഥ ലക്ഷ്യം ഇതുതന്നെ ആയിരുന്നു? ഇങ്ങനെ പോകുന്നു ചോദ്യങ്ങൾ. തിടുക്കത്തിൽ മറുപടി ലഭിക്കുന്ന ചോദ്യങ്ങളല്ല ഇവയൊന്നും തന്നെ. എന്നാൽ ഈ ചോദ്യങ്ങൾക്ക് മറുപടി ഉണ്ടായേ പറ്റൂ. മുംബൈയിലെയും മറ്റു സംസ്ഥാനങ്ങളിലെയും ജനങ്ങൾക്ക് സ്വസ്ഥമായി ഉറങ്ങണമെങ്കിൽ ഈ ചോദ്യങ്ങൾക്ക് മറുപടി ഉണ്ടാകണം. ജയപ്രകാശനും ക്യാമറമാൻമാരായ സജീവനും കനൽലാലിനുമൊപ്പം TJ ശ്രീലാൽ, മനോരമ ന്യൂസ്, മുംബൈ. ഏറ്റവും ഒടുവിലായി ഈ 60 മണിക്കൂറുകൾ രാജ്യത്തിന് സമ്മാനിച്ചതെന്ത് എന്നതാണ് ഏറ്റവും വലിയ ചോദ്യം. അമ്മയുടെ ഗർഭപാത്രം പോലെ സുരക്ഷിതമായ ഒരിടമല്ല ഇന്ത്യ എന്ന വലിയ തിരിച്ചറിവാണ് ഒന്നാമത്തേത്. കൊട്ടിഘോഷിക്കപ്പെട്ട നമ്മുടെ പല മികവുകളും പരാജയപ്പെട്ടപ്പോൾ തോന്നുന്ന ആശങ്കയാണ് രണ്ടാമത്തേത്. അതിനൊക്കെ അപ്പുറം ശത്രുവിനെതിരെ നാം ഒറ്റക്കെട്ടായി നിന്നു എന്ന വലിയ സന്തോഷം.